ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 18/2020. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആര്? സജി ചെറിയാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആര്? സജി ചെറിയാൻ. താഴെ പറയുന്ന സംഘസാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നത്? താഴെ പറയുന്ന സംഘസാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായിട്ട് പരിഗണിക്കുന്നത് തൊൽക്കാപ്പിയം. പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായാണ് കുമ്മനം രാജശേഖരൻ ചുമതലയേറ്റത്? അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു. ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ടാണ് കുമ്മനം രാജശേഖരൻ ചുമതലയേറ്റത്? മിസോറാം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആര്? ആനി ബസന്റ്. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആര്? ആനി ബസന്റ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആര്? അരയ സമാജത്തിന്റെ സ്ഥാപകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിന്റെ സ്ഥാപകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. തിരുവിതാംകൂറും കൊച്ചിയും കൂടി ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് 1949 ജൂലൈ 1. തിരുവിതാംകൂറും കൊച്ചിയും കൂടി ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് 1949 ജൂലൈ 1. താഴെ പറയുന്നവയിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി. കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് KB മേനോൻ. അപ്പോൾ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു KB മേനോൻ. താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകമല്ലാത്തതേത്? ഹരിതഗൃഹവാതകമല്ലാത്തത് ഹീലിയം. ഹരിതഗൃഹവാതകങ്ങൾ ഏതൊക്കെയാണ്? മീഥേൻ, കാർബൺ ഡയോക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? ജാർഖണ്ഡ്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലം. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം? ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഭൂവൽക്കം. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം? തിരുവനന്തപുരം. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം തിരുവനന്തപുരം. കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ്? വെല്ലിംഗ്ടൺ ഐലൻഡ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ ഐലൻഡ്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം എവിടെയാണ്? രാമേശ്വരം. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം രാമേശ്വരം. മാരക വൈറസ് രോഗമായ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏത്? മലേഷ്യ. മാരക വൈറസ് രോഗമായ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം മലേഷ്യ. ബാലഗംഗാധരനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം എഴുതിയ ചരിത്രകാരൻ ആരായിരുന്നു? വാലന്റൈൻ ഷിറോൾ. ബാലഗംഗാധരനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം എഴുതിയ ചരിത്രകാരൻ വാലന്റൈൻ ഷിറോൾ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനം. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? നബാർഡ്. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് നബാർഡ്. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം? അനിമോമീറ്റർ. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം? ISROയുടെ 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2. ISROയുടെ 100ാമത്തെ ഉപഗ്രഹമായിരുന്നു കാർട്ടോസാറ്റ് 2. ലക്ഷദ്വീപിന്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ്? കേരളം. ലക്ഷദ്വീപിന്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ്? കേരളം. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്ന് അറിയപ്പെടുന്നത്?
ഏതാണ്? രാജ്യസഭയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായി അറിയപ്പെടുന്നത് രാജ്യസഭ. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരായിരുന്നു? ഗവർണർ ആണ്. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണർ ആണ്. ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ജൂലൈ. ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ജൂലൈ. പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചട്ടമ്പി സ്വാമികൾ. പന്മന ആശ്രമം താഴെ പറയുന്നതിൽ ചട്ടമ്പി സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു? 8. ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു? 8. ദേശീയ കായിക ദിനം. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കൻവർ സിംഗ്. ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുമെന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ വകുപ്പ് ഏതായിരുന്നു? 66A. ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുമെന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ വകുപ്പ് 66A. പാലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള മീഡിയ അക്കാദമിയുടെ പ്രഥമ ലോക പ്രസ് ഫോട്ടോഗ്രാഫർ പ്രൈസ് സ്വീകരിക്കാനായി ഈയിടെ കേരളത്തിലെത്തിയ ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫർ. അന്നത്തെ ഒരു കറണ്ട് അഫെയർ ആയിരുന്നു. അതിൽ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്, നിക് ഉട്ട്. ISROയുടെ നിലവിലെ ചെയർമാൻ ആര്? ISROയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ. 2017 എഴുത്തച്ഛൻ പുരസ്കാരമാണ് ചോദിച്ചിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. 2017 G20 ആണ് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന കറണ്ട് അഫെയർ. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് 2025 G20 ആണ്. 2025 G20യുടെ വേദി എന്ന് പറയുന്നത് ജോഹന്നസ്ബർഗിലാണ്. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന സ്ഥലം. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കയാണ്. താഴെ പറയുന്നവയിൽ വൈറസ് രോഗമല്ലാത്തതേത്? വൈറസ് രോഗമല്ലാത്തത് ഡിഫ്തീരിയയാണ്. നിപ്പ, സാർസ്, എയ്ഡ്സ് എന്നിവ വൈറസ് രോഗങ്ങളാണ്. നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം 32. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം 32. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. പാരദീപ് തുറമുഖം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ. പാരദീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഒഡീഷ. കേരളത്തിന്റെ ഏക ഡ്രൈവിൻ ബീച്ച് ആണ് മുഴുപ്പിലങ്ങാട്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട്. കിതാബുൾ റഹ്ല ആരുടെ പ്രശസ്ത യാത്രാ വിവരണമാണ്? കിതാബുൾ റഹ്ല ആരുടെ പ്രശസ്ത യാത്രാ വിവരണമാണ്? ഇബൻ ബത്തൂത്ത. കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടന്ന കാറ്റലോണിയ ഏത് രാജ്യത്തിന്റെ ഭാഗമായ പ്രദേശമാണ്? സ്പെയിൻ. കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടന്ന കാറ്റലോണിയ ഏത് രാജ്യത്തിന്റെ ഭാഗമായ പ്രദേശമാണ്? സ്പെയിൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. ഏത് സിനിമയിലെ ഗാനം ആലപിച്ചതിനാലാണ് 65ാമത് ദേശീയ പുരസ്കാരത്തിൽ മികച്ച ഗായകനുള്ള അവാർഡ് യേശുദാസിന് ലഭിച്ചത്? വിശ്വാസപൂർവം മൻസൂർ. അപ്പൊ ഏത് സിനിമയിലെ ഗാനം ആലപിച്ചതിനാണ് 65ാമത് ദേശീയ പുരസ്കാരത്തിൽ മികച്ച ഗായകനുള്ള അവാർഡ് യേശുദാസിന് ലഭിച്ചത്?
വിശ്വാസപൂർവം മൻസൂർ. കേന്ദ്ര സർക്കാർ രൂപം നൽകിയ 15-ാം ധനകാര്യ കമ്മീഷന്റെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 16-ാം ധനകാര്യ കമ്മീഷനാണ്. അതിന്റെ തലവൻ അരവിന്ദ് പനഗരിയയാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തതേത്? നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത് പന്നിയൂറാണ്. നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ മങ്കൊമ്പ്, പട്ടാമ്പി, വൈറ്റില. ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതി ഏതാണ്? പദ്ധതി സ്വജൽധാര പദ്ധതി. ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയായിരുന്നു സ്വജൽധാര പദ്ധതി. ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം. ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ. ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ. നീതി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാൻ. നീതി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാൻ നരേന്ദ്രമോദി. നമ്മളപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.